മേനക സുരേഷ് എന്ന് പറയുന്ന ആ മേനക ചേച്ചിയെ കുറിച്ചാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ ആദ്യം തന്നെ എങ്ങനെയാണ് ആസ് എ വൈഫ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് എന്ന രീതിയിൽ സുരേഷ് സാർ എങ്ങനെയാണ്? ഭയങ്കര റൊമാൻറ്റിക് ആണോ അതോ റഫ് ആൻഡ് ടഫ് ആണോ? ഓ, റൊമാൻറ്റിക് ആണോ എന്ന് ചോദിച്ചപ്പോഴേ ചേച്ചി ഒരു എക്സ്പ്രഷൻ ഇട്ടു, അതിൽ നിന്ന് മനസ്സിലായി റഫ് ആൻഡ് ടഫ്. ആൻഡ് നിങ്ങളുടെ ആ ഒരു ലവ് മാരേജ് ആയിരുന്നല്ലോ, ആ ലവ് എങ്ങനെ സ്റ്റാർട്ടായി? ആൻഡ് ലവ് ആ സമയത്തുള്ള സുരേഷ് സാർ എങ്ങനെയായിരുന്നു? പൂച്ചക്കൊരു മൂക്കുത്തി ഷൂട്ടിംഗ് സമയത്തിലായിരുന്നു. എപ്പോഴും ആകാരത്തിന് കുറ്റം പറയും സുരേഷ്. ഏത് ആകാരത്തിനും കുറ്റം പറയും. ഇന്ന് വെച്ചതാണെങ്കിൽ പോലും രാവിലെ വെച്ചത് വൈകുന്നേരമാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര മറ്റേ ജാമ്പാവാൻ കാലത്തിൽ ഉണ്ടായതാണോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, അങ്ങനെയൊക്കെ ചോദിക്കും. ഇങ്ങനെ പണ്ടേ അങ്ങനെയാണ്, ഇപ്പോഴും നല്ല പണ്ട് കല്യാണത്തിന് മുന്നേ. അപ്പൊ ഇങ്ങനെ കുറ്റം പറഞ്ഞപ്പോ ഞാൻ ചേട്ടനോട് പറഞ്ഞു, നിങ്ങൾ കല്യാണം കഴിക്കണ പെണ്ണിന്റെ ഗതി അതോ ഗതിയാണ്. ഒരു കാര്യം ചെയ്യണം, കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ എടുത്ത് കൊണ്ടുപോയി ആ കൊച്ചിന് ഒരു 2 മാസമെങ്കിലും ട്രെയിനിങ് കൊടുക്കാതെ കല്യാണം കഴിക്കരുത് കേട്ടോ, പാവാം കൊച്ചെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ എടുത്ത് ബായി പറഞ്ഞിട്ട് ലൊക്കേഷനിലേക്ക് പോവാം. അങ്ങനെ ലിഫ്റ്റിൽ ഇറങ്ങുമ്പം എന്നാ എപ്പോ വരുന്നു 2 മാസം എന്റെ അമ്മ എടുത്ത് ട്രെയിനിങ്ങിന് വേണ്ടി എന്ന് ചോദിച്ചു. പ്രപ്പോസ് ചെയ്തു. അതാണ് ചേട്ടന്റെ. പിന്നെ എന്റെ മുഖത്ത് നോക്കിയില്ല, ചേട്ടൻ അങ്ങ് ഒറ്റ പോക്ക് പോയി. ഞാനിങ്ങനെ ബ്ലിങ്ക് അടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ചേട്ടൻ എനിക്ക് കല്യാണം കഴിക്കാന്നുള്ള ഇഷ്ടമാണ് എന്റെ ഒരു സൂചന തന്നത്. അത് കൊള്ളാം, അത് അസലായിരുന്നു. ശരിക്കും ഒരു സിനിമയുടെ പോലത്തെ സീൻ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചെയ്തത്.